9 മാസമായി ബഹിരാകാശത്ത് കഴിയുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് ക്രൂനേൻ സംഘം യാത്രാപേടകമായ ഡ്രാഗൺ ഫ്രീഡത്തിലേക്ക് കയറി അല്പസമയത്തിനകം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടും. സുനിതയ്ക്കും വിൽമോറിനുമൊപ്പം നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനേവ് എന്നിവരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തും. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനാണ് ചേരുന്നത്. അതുല്യ, ഹാച്ചിങ് എല്ലാം പൂർത്തിയായി, ഇനി അൺഡോക്കിംഗ് പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഹാച്ചിങ് പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട് എന്ന് നാസ അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9:30 അല്ലെങ്കിൽ 9 മണിയോട് കൂടി തന്നെ ഹാച്ചിങ് പൂർണ്ണമായും വിജയകരമായി തന്നെ പൂർത്തിയായി. ഹാച്ചിങ് എന്ന് പറയുന്നത് ഈ പേടകം ഡ്രാഗൺ പേടകത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കുന്ന ആ കവാടങ്ങൾ അടയ്ക്കുന്ന പ്രക്രിയയാണ്. ഈ 2 പേടകങ്ങളും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഡ്രാഗൺ പേടകം കൂട്ടിച്ചേർക്കപ്പെടുന്ന ആ കവാടങ്ങൾ അടയ്ക്കുന്നതോടെയാണ് ഹാച്ചിങ് പ്രക്രിയ പൂർത്തിയാകുന്നത്. അതായിരുന്നു ആദ്യത്തെ ഘട്ടം. അതിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അൺഡോക്കിംഗ് ആണ് നടക്കുന്നത്. അൺഡോക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10:15 അൺഡോക്കിംഗ് അതിൻ്റെ ഫലം പൂർത്തിയായോ അല്ലെങ്കിൽ വിജയകരമാണോ അല്ലയോ എന്നത് അറിയാൻ സാധിക്കും. 10:30 അൺഡോക്കിംഗ് പ്രക്രിയ പൂർണ്ണമായും പൂർത്തിയാക്കും. അൺഡോക്കിംഗ് എന്ന് പറയുന്നത് ഈ നിലയത്തിൽ നിന്ന് പേടകത്തെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ ആദ്യം കണ്ടതാണ്. ഡോക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ പേടകം അതിൻ്റെ കവാടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശ നിലയത്തിലേക്ക് സംയോജിക്കുന്നു. ഇപ്പോൾ അത് തിരിച്ച് അവിടെ നിന്ന് വേർപെട്ട് പോകുന്നതാണ്. 10:30 ഈ അൺഡോക്കിംഗ് പൂർണ്ണമാവുകയാണ് എങ്കിൽ പേടകം ഭൂമിയിലേക്ക് യാത്ര തിരിക്കും. അത് വിജയകരമാണോ എന്നറിയാൻ 10:30 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ 10:30 ഭൂമിയിലേക്ക് ഈ ഡ്രാഗൺ പേടകം ക്രൂ9 സംഘത്തെയും വഹിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് യാത്ര തിരിക്കും. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 8 ദിവസത്തെ ദൗത്യത്തിനായാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും നിക് ഹേഗും അലക്സാണ്ടർ ഗർബനോവും അടങ്ങുന്ന സംഘം, കമാൻഡറായിട്ടുള്ള സുനിത വില്യംസും ഫ്ലൈറ്റ് എഞ്ചിനീയർമാരായ മറ്റുള്ളവരും അടങ്ങുന്ന ഈ സംഘം അങ്ങോട്ട് എത്തുന്നത്. അത് പിന്നീട് നീണ്ട 9 മാസ കാലത്തേക്ക് നീളുകയായിരുന്നു. അവിടെ നിന്ന് ആണ് അവർ ഇപ്പോൾ ഭൂമിയിലേക്ക് വരാൻ ഒരുങ്ങുന്നത്. 10:30 യാത്ര ഭൂമിയിലേക്ക് ആരംഭിക്കുകയാണെങ്കിൽ 17 മണിക്കൂറാണ് ഭൗമോപരിതലത്തിൽ അല്ലെങ്കിൽ ഭൗമ അന്തരീക്ഷത്തിൽ എത്താനായി കണക്കാക്കുന്ന സമയം എന്ന് പറയുന്നത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാവുകയാണ് എന്നുണ്ടെങ്കിൽ സാങ്കേതികമായി കൃത്യമായി തന്നെ ആ ഒരു ഭ്രമണപഥം പിന്തുടരുകയാണ് എന്നുണ്ടെങ്കിൽ 17 മണിക്കൂറുകൾ കൊണ്ടായിരിക്കും ഭൗമ അന്തരീക്ഷത്തിലേക്ക് എത്തുക. ഏതാണ്ട് ഇന്ത്യൻ സമയം നാളെ മാർച്ച് 19 ഇന്ത്യൻ സമയം പുലർച്ചെ ഒരു 2:41 2:45 ആയിരിക്കും ഭൗമ അന്തരീക്ഷത്തിൽ എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൗമ അന്തരീക്ഷത്തിൽ എത്തിയതിന് ശേഷം ഈ പേടകത്തിൻ്റെ വേഗത വളരെ കുറച്ച് കൊണ്ടുവന്ന് വേണം ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാൻ. ഡിയോർബിറ്റ് ബേണിംഗ് എന്നാണ് ആ പ്രക്രിയയെ പറയുന്നത്. അതായത് ഭ്രമണപഥം കുറച്ച് കൊണ്ടുവന്ന് വേഗത കുറച്ച് ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരത്തിൽ ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുകയും ഏതാണ്ട് 7 കിലോമീറ്റർ മുകളിൽ വെച്ചായിരിക്കും പാരച്യൂട്ടുകൾ ഓപ്പൺ ആവുക. ഈ പാരച്യൂട്ടുകൾ 6 പാരച്യൂട്ടുകളാണ് ഉണ്ടാവുക. 2 ഡ്രാഗ് പാരച്യൂട്ടുകളും 4 പ്രധാന പാരച്യൂട്ടുകളും. ഇവ ഓരോന്നോരോന്നായി തുറക്കുകയും പയ്യെ പേടകം ഒരു സന്തുലിതാവസ്ഥ കൈവരിച്ച് താഴേക്ക് എത്തുകയും ചെയ്യും. അറ്റ്ലാന്റിക് കടലിൽ ഫ്ലോറിഡയ്ക്ക് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലായിരിക്കും പേടകം ഇറങ്ങുക എന്നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു സേഫ് സ്പോട്ട് കൂടി കണ്ടുവച്ചിട്ടുണ്ട്. മെക്സിക്കോ ഉൾക്കടലിലോ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലോ ആയിരിക്കും ഈ പേടകം ഇറങ്ങുക. എന്തായാലും 2 മെക്സിക്കോ ഉൾക്കടലിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും രക്ഷാപ്രവർത്തകരുടെ ഒരു സംഘം തയ്യാറായി നിൽക്കുന്നുണ്ടാകും. ഈ പേടകം ലാൻഡ് ചെയ്തതിന് ശേഷം യാത്രികരെ ടഗ് ബോട്ടുകളിലേക്ക്, ലൈഫ് ബോട്ടുകളിലും ടഗ് ബോട്ടുകളിലുമായി കൊണ്ടുവരികയും അതിനുശേഷം അവരെ പ്രത്യേകം സജ്ജീകരിച്ച ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. 3:30 ലാൻഡിംഗ് പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. ഒരു 2:40 ഭൗമ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുകയും അതിനുശേഷം ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ പാരച്യൂട്ടുകളുടെ സഹായത്തോടു കൂടി കടലിലേക്ക് പതിക്കും എന്നാണ് കരുതുന്നത്. ഇതെല്ലാം തന്നെ കണക്കുകൾ മാത്രമാണ്. ഈ പറയുന്ന സമയക്രമം ഇതുപോലെ പാലിക്കാൻ ആകണം എന്നില്ല. പ്രത്യേകിച്ചും സാങ്കേതികമായിട്ടുള്ള ഘടകങ്ങൾ നോക്കേണ്ടതുണ്ട്, അന്തരീക്ഷ വ്യതിയാനങ്ങൾ നോക്കേണ്ടതുണ്ട്, താപനില, അത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും അനുകൂലമാകേണ്ട ഒരു പ്രക്രിയ കൂടി ഇതിലുണ്ട്. എന്തായാലും 9 മാസക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം അനുകൂലമാവുകയാണെങ്കിൽ നാളെ പുലർച്ചെ 3:30 സുനിത വില്യംസിന്റെ നേതൃത്വത്തിലുള്ള സംഘം 9 മാസക്കാലത്തിന് ശേഷം തിരിച്ച് ഭൂമിയിലെത്തുകയാണ്. വലിയൊരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു വെല്ലുവിളി കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. പ്രത്യേകിച്ചും മൈക്രോ ഗ്രാവിറ്റിയിലൊക്കെ നിൽക്കുമ്പോൾ അത്തരത്തിൽ അതിനുശേഷം ഭൂമിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു വ്യത്യസ്തത വരുന്നുണ്ട്. ആ വ്യത്യസ്തതയെ അതിജീവിക്കലാണ് ഇനി ഈ ബഹിരാകാശ യാത്രികരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നിലവിൽ അവരുടെ
ജീവിത സാഹചര്യങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ ഈ ബഹിരാകാശത്തുള്ള ആ ഒരു അന്തരീക്ഷത്തോടെ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഭൂമിയിലേക്ക് വരികയും ഭൂമിയിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുക എന്നതാണ് നിലവിൽ ഈ ബഹിരാകാശ യാത്രികർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിനൊരു സമയം ആവശ്യമാണ്. ഏതൊരു പരിതസ്ഥിതിയിൽ നിന്നും മറ്റൊരു പരിതസ്ഥിതിയിലേക്ക് മാറുമ്പോൾ ഇത്തരത്തിലൊരു ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. അതിന് ആ ഒരു നിയന്ത്രണം, ഒരു അതിജീവനത്തിൻ്റെ അത് ഒരു സാധ്യതയാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. എന്തായാലും അവരുടെ ഈ ഒരു മസിൽ ഭാരം കുറയുന്നത് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ ഇവിടെ നാസ അടക്കമുള്ള ഏജൻസികൾ, ബഹിരാകാശ ഏജൻസികൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ അൺഡോക്കിംഗ് പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുനിത വില്യംസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം കവാടങ്ങൾ അടച്ച പേടകത്തിനകത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി പേടകത്തിന് പുറത്ത് ഈ ഡോക്കിങ്ങിന് ഉപയോഗിച്ച ആ യന്ത്രഭാഗങ്ങൾ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുത്തുകയാണ്. ഇതിന്റെ എല്ലാം തന്നെ തത്സമയ സംപ്രേക്ഷണം നാസ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ബഹിരാകാശ യാത്രയുടെ പൂർണ്ണ രൂപം. അത് തന്നെയാണ് അതുല്യ. എന്തായാലും ആ ഒരു ഹാച്ചിങ് പ്രക്രിയയ്ക്ക് ശേഷം അൺഡോക്കിംഗ് പ്രക്രിയ അങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വലിയ വെല്ലുവിളികളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പറയാനുള്ളത്. ഇനിയുള്ള വെല്ലുവിളികളെല്ലാം വരുന്ന ആ ഒരു ഭൂമിയിലേക്കുള്ള ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള പ്രവേശവും അതിനുശേഷമുള്ള അവരുടെ ഭൂമിയുടെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനുള്ള ചില വെല്ലുവിളികളുമൊക്കെയാണ്.